സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഈ ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അഭിനയിച്ചതാണ്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ ഇതിനകത്ത് ലാലേട്ടന്റെയും മീനയുടെയും മകനായി അഭിനയിക്കുന്ന പൃഥ്വിരാജാണ്. എടോ, താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അപ്പൊ ആ ഒരു കഥാപാത്രം ഒരു സംവിധായകൻ എന്നതിലെ വേണമെങ്കിൽ മറ്റേതെങ്കിലും യുവതാരത്തെ വെച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം കുറച്ചും കൂടെ മനോഹരമാവുകയും കുറച്ചും കൂടെ അതിനെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു ഫീല് വരികയും ചെയ്തേനെ. ഞാനാണ് ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിലോ? എല്ലാ സിനിമകളിലും ഒരേപോലുള്ള ഭാവാഭിനയമാണ്, കൃത്രിമത്വം നിറഞ്ഞ അഭിനയങ്ങളും നാടകം എന്ന് തോന്നിപ്പിക്കത്തക്ക സംഭാഷണ ഡെലിവറികളും ഒക്കെ തന്നെയാണ് പല അതിൻ്റെ അകത്ത്. അതാണ് അദ്ദേഹം നടൻ എന്ന രീതി ചെയ്തു വെച്ചിരിക്കുന്നത്. അസൂയക്ക് മരുന്നില്ലടാ. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയായി പറയുന്നത്? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ചുമ്മാതല്ല ഗതി പിടിക്കാത്തത്. ഇനി അവന്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരാം. അയ്യേ, വേണ്ട വേണ്ട. അയ്യേ, ഇയാളോ? പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. എന്തോന്നാടാ അത്? എന്തേ തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ. ചാറിയ ഫൈറ്റ് എന്തൊക്കെയോ കാണിക്കും. നേരത്തെ പറഞ്ഞ ശ്രീത് പാലിയൊക്കെ ആയിട്ട് ഷെറ്റെ പോലെ മനങ്ങളുടെ ഉത്സവം. തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.